ഈ സംഭവം അതിദാരുണമാണ്, വളരെ വിഷമം ഉണ്ടാക്കുന്നതുമാണ്. ഒരു വനിതാ മന്ത്രിക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ അത് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ CCTV ഫുട്ടേജ് അടക്കം, നമ്മളിപ്പോൾ കണ്ട വിഷ്വൽസ് അടക്കം നമ്മളെ ബോധ്യമാക്കുന്നത് ഒരു 3 KSU പ്രവർത്തകർ ആ വേദിയിലേക്ക് അങ്ങോട്ട് കടന്നു വരുന്നു. ഒരു 10-15 പോലീസുകാരെങ്കിലും മിനിമം അവിടെയുണ്ട്. അവർ മന്ത്രിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇവരെ തള്ളി, ഈ പ്രക്ഷോഭക്കാരെ തള്ളി മാറ്റുന്നുമുണ്ട്. ഈ തള്ളിമാറ്റൽ നടന്നു കഴിഞ്ഞ് തിരിച്ച് പിന്നെ മന്ത്രിയാണ് ആക്രോശിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ പോലീസുകാർ വീണ്ടും മന്ത്രിയെ അങ്ങോട്ട് പോകാതിരിക്കാനായിട്ട് തടുക്കുന്നത് കാണാം. ഒരു പോലീസുകാരൻ മന്ത്രിയുടെ ഷോൾഡറിൽ വരെ പിടിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടു. വനിതയല്ല, പുരുഷ പോലീസുകാരൻ മന്ത്രിയുടെ ഷോൾഡറിൽ വരെ പിടിക്കുന്നത് ഞാൻ കണ്ടു, അവരെ തടുത്തു നിർത്താനായിട്ട്. അപ്പോൾ ഇതിൻ്റെ വ്യക്തമായ ചിത്രം കിട്ടണമെങ്കിൽ അവിടെ ഒരു CCTV, നമുക്ക് ഈ നിങ്ങളുടെ വിഷ്വൽസിലൊക്കെ കാണാം, ഒരു CCTV അവിടെ വ്യക്തമായിട്ടുണ്ട് ആ ലോബിയിൽ, കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷൻ്റെ ലോബിയിൽ. അത് നോക്കിക്കഴിഞ്ഞാൽ, അതെടുത്തു കഴിഞ്ഞാൽ കൃത്യമായ തെളിവ് കിട്ടുന്നതാണ്. കാരണം അത് വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു CCTV ആണ്. തീർച്ചയായിട്ടും അവിടെ നാളെ നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ അറിയാൻ കഴിയുന്നതാണ്. അപ്പം നമ്മളിവിടെ കണ്ടത് KSU പ്രവർത്തകർ എന്ന് പറയുന്നില്ല, ഒരു 3 പേരേ ഉള്ളൂ ഇതിനകത്ത്. ഞാൻ കണ്ടത് ഒരു 3 പേരെ മാത്രമാണ് മുന്നോട്ട് കയറി വരുന്നത്. 10-15 പോലീസുകാർ അവരെ തള്ളി മാറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പുറത്ത് നിൽക്കുന്ന മന്ത്രി വീണ ജോർജിനെ പോലീസ് വലയം വെച്ചിട്ടുണ്ട്. മന്ത്രി അതിനകത്തുനിന്ന് പുറത്തു ചാടാനായിട്ട് ബഹളം വെക്കുന്നുണ്ട്. പക്ഷേ പ്രതിഷേധം കാരണമാണ് മന്ത്രിക്ക് പരിക്കേറ്റത്. കാരണം ആ പ്രതിഷേധം നടക്കുമ്പോൾ അവിടെ ഉണ്ടായ പിടിവലി, അതിനിടയ്ക്ക് പിടിവലിക്കിടയ്ക്ക് പരിക്കേറ്റു. അത് എവിടെ കാരണമായിട്ടുള്ള കരിങ്കൊടി പ്രതിഷേധം തന്നെയാണ്. തീർച്ചയായിട്ടും അതിനകത്ത് വന്നിരിക്കുന്ന പ്രശ്നം എനിക്ക് തോന്നുന്നത്, ഈ പോലീസുകാർ ഇതിനിടയ്ക്ക് ഒന്നും തള്ളും നടക്കുന്നതിനിടയ്ക്ക് ആരുടെയെങ്കിലും കൈ തട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല. എനിക്കിതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ VS മന്ത്രിയായിരിക്കും 4 സെക്യൂരിറ്റിക്കാർ ഇതുപോലെ കയറി പോകുന്ന ഒരു സമയത്ത് മുഖ്യമന്ത്രിക്ക് കയറുന്ന ഒരു വാതിലുണ്ട്. അപ്പം ഞാൻ ആദ്യം പേഴ്സണൽ സ്റ്റാഫിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയി കയറിയ സമയമാണ്. ആ വാതിൽ കൂടെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ മാത്രമേ കയറാവൂ എന്ന് എനിക്കറിയില്ലായിരുന്നു. ആ വാതിൽ കൂടെ കയറാൻ പോയപ്പം ആ ബ്ലാക്ക് ക്യാറ്റിൽ ഒരാൾ ഇതുപോലെ തള്ളിയത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൊങ്ങയുടെ നേരെയാണ് വന്നത്. ഞാൻ അന്ന് കൈകൊണ്ട് തടുത്തില്ലായിരുന്നെങ്കിൽ എൻ്റെ കഴുത്തിന് സാരമായ പരിക്ക് പറ്റിയേനെ. കാരണം ഇവരുടെ ശക്തി ഭയങ്കരമാണ്. ഈ ഫോഴ്സിലുള്ള തള്ള് നമുക്ക് സാധാരണ ഇതിൽ, അന്ന് എനിക്ക് 40-45 വയസ്സേ ഉള്ളൂ. ഞാൻ എന്തായാലും തടുത്തു, അതുകൊണ്ട് എനിക്ക് വലിയ പരിക്കേറ്റില്ല. ഞാൻ ഒരുപാട് അയാളുടെ ദേഷ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അയാൾ പറഞ്ഞത്, സെക്യൂരിറ്റി ആൾ പറഞ്ഞതാണിത്, ഞങ്ങൾക്ക് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ അങ്ങോട്ട് ആര് തള്ളി കയറിയാലും ഞങ്ങൾ തട്ടും. അതുപോലെ മന്ത്രിയുടെ സുരക്ഷയ്ക്കായിട്ട് ഇവർ ചെയ്ത ഏതെങ്കിലും ഒരു ആക്ഷൻ മന്ത്രിക്ക് ദോഷകരമായി വന്നിട്ടുണ്ടോ എന്നും കൂടി പരിശോധിക്കേണ്ടതാണ്. എന്തായാലും KSUക്കാർക്ക് അതിനപ്പുറം മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ്. എന്തായാലും അവിടെ നടന്ന ഉന്തും തള്ളിലും മന്ത്രി കള്ളം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മന്ത്രിക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും പരിക്ക് പറ്റി കാണും, ഇല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ സാഹചര്യം ഉണ്ടാക്കിയത് KSUക്കാരാണ്. ഒരു വനിതാ മന്ത്രിയെ ഈ രീതിയിൽ അവർക്കെതിരെ പ്രതിഷേധം നടത്തണോ എന്നുള്ള കാര്യം കൂടി അത് പറഞ്ഞൊരു കാര്യമില്ല. പണ്ട് പിന്നെ ഉമ്മൻചാണ്ടി 2013 സോളാർ കേസിന് വേണ്ടിയിട്ട് രാജിവെക്കാനായിട്ട് നിർബന്ധിച്ചുകൊണ്ട് കണ്ണൂർ ഒരു കലാപം നടന്നില്ലേ? അന്ന് അദ്ദേഹത്തിന്റെ കാറിന്റെ ചില്ല് എറിഞ്ഞ് തകർത്ത് അദ്ദേഹത്തിന്റെ 2 സൈഡിലും മൂക്കിന്റെ സൈഡിലും ഒക്കെ മുറിഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ അദ്ദേഹം അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞ കാര്യമുണ്ട്, സംസ്ഥാനത്ത് ഒരിടത്തും നടത്തരുത്, പ്രതിഷേധം നടത്തരുത്. അങ്ങനെ ഒരു കാര്യം പറയുവാൻ മുഖ്യമന്ത്രിക്കും കഴിഞ്ഞിട്ടില്ല, ശ്രീ MV ഗോവിന്ദനും കഴിഞ്ഞിട്ടില്ല. ശ്രീ M ജയചന്ദ്രൻ, എന്തായാലും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.